വഴിത്തിരിവല്ല, പുള്ളി ഇതുപോലെ നല്ല 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 കഥാപാത്രം, അതുപോലെ ഒരു നല്ലൊരു കഥാപാത്രമാണ് പുള്ളി. എനിക്കൊന്നും ഈ സിനിമയെ ഫുള്ള് മൊത്തത്തിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ്. അദ്ദേഹം ചാക്കോച്ചനാണ് പറയില്ല, നമ്മൾ പോലീസ് വേഷമൊക്കെ ചില ഇന്ന ആൾ ചെയ്താലേ കൊള്ളാവൂ എന്ന് പറയില്ല, പക്ഷേ ഇതങ്ങനെയല്ല. ചാക്കോച്ചൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ സിനിമയെ അങ്ങ് കൊഴിപ്പിക്കുന്ന ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പിന്നെ നമ്മുടെ സസ്പെൻസ് ഒന്നും സൂക്ഷിക്കുന്നില്ല. നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ ആരാണ് വില്ലൻ എന്നൊക്കെ മനസ്സിലാവും, വില്ലന്മാർ. അപ്പോൾ അവർ അതെ, അതുകൊണ്ട് നമുക്ക് ആ സിനിമ അപ്പോൾ അത് നേരത്തെ നമുക്ക് ഫസ്റ്റിലെ വില്ലന്മാർ ആരാണെന്ന് അറിഞ്ഞിട്ട് സിനിമ അവസാനം വരെ നമുക്ക് ഒരു മുഷിവില്ലാതെ കൊണ്ടുപോകണമെങ്കിൽ ആ കഥ എഴുതി കൊണ്ടുപോയിരിക്കുന്ന തിരക്കഥയുടെ മികവാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവി, ഫാമിലിയായിട്ട് വന്ന് വാച്ച് ചെയ്യാം. ഒരു നല്ലൊരു ത്രില്ലർ മൂവി ആയിരിക്കും ഉറപ്പായിട്ട്. അതെ ഇപ്പം നമുക്കറിയാമല്ലോ, ഇങ്ങനെ പലരും പാലാക്കോല നടക്കും, പക്ഷേ ഇവരുടെ കയ്യിലൊക്കെ ഒരുപാട് കാശുണ്ട്. ഈ കാശ് വരുന്ന വഴിയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും. ഒന്നുകിൽ ഗുണ്ടായിസം, അല്ലെങ്കിൽ ഈ ഡ്രഗ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുമായിട്ട്. അതെ തീർച്ചയായിട്ടും. അത് ഇപ്പം നടക്കുന്ന കാര്യം പച്ചയ്ക്ക് സിനിമകളിലൂടെ കാണിക്കുന്നത്. അത് ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതൊരിക്കലും അല്ല, സിനിമ കണ്ടിട്ടല്ല, ജീവിതം കണ്ടിട്ട് അവർ സിനിമയാക്കുന്നതാണ്, ഉറപ്പായിട്ടും അങ്ങനെയാണ്. അല്ലാതെ നല്ലൊരു സിനിമയാണ് എന്ന് പറയുമ്പോൾ ഒരു ലാഗും ഇല്ല, നമുക്ക് വളരെ മുഴുകി അതിലിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി. അതെ, പ്രിയാമണി കുറേ കാലത്തിന് ശേഷം, അവർക്ക് പ്രത്യേകിച്ച് അതിൽ ചെയ്യാനൊന്നുമില്ല, പക്ഷേ അവർ കൊടുത്തിട്ടുള്ള ഇതവർ നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, മീനാക്ഷിക്ക് ചെറിയ റോളാണ്. ആ കഥയെ നിയന്ത്രിക്കുന്ന ഒരു കഥാപാത്രമാണ്. ചാക്കോച്ചൻ്റെ ഒരു ഫാമിലി മെമ്പറായിട്ട്, അത് കാണുമ്പോൾ അറിയാമല്ലോ, മക്കളായിട്ടാണ്. പ്രിയാമണി വൈഫായിട്ടും മറ്റേത് മക്കളായിട്ട്. ആ ഈ കഥയെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു കഥ. മീനാക്ഷിക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഈ സിനിമയിലൊന്നുമില്ല. ആക്ഷനൊക്കെ സൂപ്പർ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫർ ആരാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ കാർ ചേസിംഗ് ഉണ്ട്, അതെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, അങ്ങനെയൊന്നുമല്ല. ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ടാലൻ്റ് ഉള്ള ഒരു ആക്ടറാണ്. അദ്ദേഹം അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും. ഈ സിനിമ കാണണം. ഒരാൾക്ക് ഒരു റോള് കിട്ടുമ്പോഴല്ലേ അതെങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളത് അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഈ സിനിമ കൊണ്ടുപോയിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ട്. സിനിമ തീർച്ചയായിട്ടും എല്ലാവരും ഈക്വലി, ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, റൈറ്റർ ആയിക്കോട്ടെ, എല്ലാവരും ഈക്വലായിട്ട് കൊണ്ടുപോയി അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന നടന്മാർ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട 3-4 പേരുണ്ട്. ഒന്ന് ചാക്കോച്ചൻ തന്നെയാണ് ഒബ്വിയസ്ലി, അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ പറയേണ്ടത് ആ മെയിൻ വില്ലനായിട്ട് വന്ന ആ പയ്യൻ, എന്തൊരു കിടൽ. ആ പയ്യൻ്റെ കൂടെയുള്ള 4 പേരും, റംസാൻ അടക്കം 5 പേര്, എന്തൊരു കിടലം പെർഫോമൻസാണ് അവരുടെയൊക്കെ. അവരാരാണെന്ന് പോലും ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. കിടലായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു 5 പേരും. കാരണം ഒരു സ്പോയിലറല്ല, നമുക്ക് പോലും കൊല്ലാൻ അവരെ തോന്നും. അങ്ങനെ അതെ, ആ പണിയും ഇതൊന്നുമായിട്ട് കമ്പയർ, അതിൻ്റെയൊക്കെ അതൊരു വേറൊരു എക്സ്ട്രീം ലെവലിലുള്ള മൂവി, ഇത് ഈ വേറൊരു ലെവലിലുള്ള മൂവി. എന്തായാലും നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് തന്നെ ഈ പടം കാണണം. ഒരു കാരണവശാലും ഒരു മെസ്സേജ് ഉണ്ട്, ത്രില്ലിംഗ് ആണ്. സമൂഹത്തിൽ നിന്നാണ് ഇവർ ഈ കണ്ടന്റ് പിടിക്കുന്നത്. അതായത് ഈ സിനിമ കണ്ട് പയ്യന്മാരിങ്ങനെ മാറുവാണോ? എന്താണ് ചേട്ടന് പറയാനുള്ളത്? സമൂഹത്തിൽ നിന്ന് തന്നെയല്ലേ കണ്ടന്റ് കിട്ടുന്നത്, അല്ലാതെ സിനിമയല്ലല്ലോ ഇവിടെ ആദ്യം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ സിനിമയാണോ ഇവിടെ ആദ്യം ഉണ്ടായത്? അല്ലല്ലോ. ഈ ലോകം തുടങ്ങിയെന്ന് മുതലുണ്ട് ഇവിടെ മയക്കുമരുന്നും കൊലപാതകവും എല്ലാം ഉണ്ട്. അതിനുശേഷം ഇതിൽ നിന്ന് പ്രചോദനം, ആ കണ്ടന്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് സിനിമ ഉണ്ടാകുന്നത്. അല്ല സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ചെയ്യുന്ന മണ്ടന്മാരെ കാണുമായിരിക്കും, പക്ഷേ നമ്മളൊന്നും ആ രീതിയിലുള്ളതല്ല. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ. ഇത് എന്തായാലും ഒരു 100 കോടിയോ 200 കോടിയൊക്കെ. അതെ, ഇത് പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ ഇല്ലെങ്കിൽ ഈ പടം ഉറപ്പായിട്ടും ഹിറ്റാവാനുള്ള 101%. അതിനുള്ള കണ്ടന്റും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫാമിലി ഓഡിയൻസ് ആണെങ്കിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ, ഇപ്പോൾ പയ്യന്മാരാണെങ്കിൽ എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഡയറക്ടർ ജിത്തു അങ്ങനെ എന്തോ ആണ് പേര്, അദ്ദേഹം കയ്യടി അറിയിക്കുന്നു. എല്ലാവരും ജിത്തു അഷ്റഫ്, അയാളാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി സൂപ്പർ സാധനം.